എന്തു പറ്റി ശ്രീധരേണ? ഇനി എന്ത് പറ്റാനടാ? ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന വ്യക്തി ബോച്ചയെ കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ബോബി ചെമ്മണ്ണൂരിന് ഹെലനെ ഒന്ന് പൂശണം എന്നുണ്ടായിരുന്നു. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, ഇതാണ് അയാൾ ഉപയോഗിച്ചത്, പൂശണം എന്നുണ്ടായിരുന്നു. ആദ്യം സുനന്ദയുടെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ഒരു സമയം അതിന് ആപ്റ്റാണ് എന്ന് തോന്നുന്നതുകൊണ്ടാണ് പറയുന്നത്. സോറി, ഞാൻ അല്പം ലേറ്റായി. എന്നെ വിട്ടേക്ക്. എന്റെ പൂർവ്വചരിത്രം ഇവിടെങ്ങാനും പറഞ്ഞാൽ അതോടെ എല്ലാം തീരും. ബോച്ചയ്ക്ക് കാഞ്ഞങ്ങാടോ മറ്റോ ഒരു റിസോർട്ടോ മറ്റോ തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പോലും. അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷൻ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഹെലനെ വിളിക്കുന്നത്. എനിക്ക് അന്നേ തോന്നിയതാ എന്തോ കുഴപ്പമുണ്ടെന്ന്. കാലിക്കറ്റ് എത്തിയ സമയത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ PA-യും സെക്രട്ടറിയും ഏതോ ഒരാളാണ്. കുറ്റകൃത്യത്തിൽ ചെറിയ പങ്കുള്ളതും കുറ്റം ചെയ്യുന്നതിന് തുല്യമാണ്. നീയും കൊടുക്കും. അതായത് ഇവരുടെയൊക്കെ ഒരു അപ്രോച്ച് ഇങ്ങനെയാണ്, നേരിട്ടല്ല, PA വഴി. ഏത് ആ മോഡസ് നിങ്ങൾ മനസ്സിലാക്കണം, PA വഴി. നീ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഞാനും. അങ്ങനെ ഹെലനും ഫാമിലിയും കൂടി കോഴിക്കോട്ടേക്ക് വന്ന ദിവസം ഇവർ ബോച്ചയെ അവിടെ വെച്ച് മീറ്റ് ചെയ്തു. ഹെലന്റെ കൂടെ അന്ന് സായി കൃഷ്ണ അഥവാ സീക്രട്ട് ഏജന്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പുറകെ നടക്കുന്നേ പിന്നെ അപ്പോ എന്റെ അടുത്ത് വന്നിട്ട് ഈ PA പറയുന്ന ആള് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ധന്യക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ, പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നത് ചോദിച്ചു. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു. പാവത്തിന്റെ അന്നം മുട്ടിന്ന് കൂട്ടിക്കോളൂ. കൊള്ളാലോ, ഹെലൻ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ കൂടി വന്നത് ബോച്ചയ്ക്ക് അങ്ങ് തീരെ പിടിച്ചില്ല. സംഗതി മനസ്സിലായല്ലോ, ആശാനെ ഹെലൻ ഒറ്റയ്ക്ക് കിട്ടണമായിരുന്നു. ഇതിന്റെയൊക്കെ പേര് ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് പോവാറുള്ളത്. അപ്പൊ ഇയാള് പറഞ്ഞു, ലേശം ചിന്തിച്ചൂടെ, ബോച്ചേനെയാണ് കാണാൻ വരുന്നത്. അപ്പൊ എനിക്കത് മനസ്സിലായിട്ടില്ല. സീരിയസ്ലി ട്രസ്റ്റ് മീ. അപ്പം തിന്നാ പോരെ, എന്തിനാ കുഴി അന്ന് ബോച്ചയുടെ PA ഹെലനോട് സംസാരിക്കുന്നത് കണ്ട് എന്തോ പന്തികേട് തോന്നിയ സീക്രട്ട് ഏജന്റ് എന്താക്കി, ഹെലനോട് അവിടെ നിന്ന് പോവാൻ പറഞ്ഞു PA-നോട് നേരിട്ട് സംസാരിച്ച്. അങ്ങനെയാണ് സീക്രട്ടിനോട് ഹെലനെ കുറിച്ച് എന്തോ വൃത്തികേട് പറഞ്ഞു. അതൊരബദ്ധായി പോയി എന്ന് ചില നിലാവുള്ള രാത്രികൾ എനിക്കും തോന്നാറുണ്ട്. ബോബി ചെമ്മണ്ണൂരിന് ഹെലനെ ഒന്ന് പൂശണം എന്നുണ്ടായിരുന്നു. ഇതാണ് അയാൾ ഉപയോഗിച്ചത്, പൂശണം എന്നുണ്ടായിരുന്നു. ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ട തമ്പുരാനെ. ഞാന് ലിറ്ററലി അയാളെ കോളർ കയറി പിടിച്ച് ഞാൻ അവിടുന്ന് അലമ്പാക്കിയ സാധനം. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഒരു സമയം കഴിഞ്ഞപ്പോ ഡൂഡ് ഭയങ്കരമായിട്ട് പിന്നെ റേസ് ആയി. കുഞ്ഞുട്ടെ കണ്ടാൽ ആള് പാവാ, ഡൂഡ് അയാളെടുത്ത് പറഞ്ഞു, പിന്നെ ബോച്ചയല്ല ഏതോനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിന്റെ ചെള്ള ഞാൻ അടിച്ചു തിരിക്കും പറഞ്ഞു. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഇയാളോട് ഞാൻ പറയുന്നു, ചള്ള അടിച്ച് ഞാൻ തിരിക്കും, ഉറപ്പാണ്. ഈ ചെറ്റ വർത്താനം ഇനി തന്റെ വായെന്ന് വന്നു കഴിഞ്ഞാൽ ബോച്ചന്നല്ല, താനല്ല, ഏത് ഊച്ചാണെന്ന് ചള്ളക്കുറ്റി അടിച്ചു പൊട്ടിക്കുക എന്ന് തന്തരാത്ത വർത്താനം പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. ഡീസന്റ് മാനോ ഇൻഡീസന്റ് വിഷയം ഇന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങൾ നായുടെ വാല് ഏത് കോട്ടയ്ക്കൽ വൈദ്യം വിചാരിച്ചാലും നിവർത്താൻ പറ്റില്ലെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇത്തിരി വൈകിപ്പോയി.